മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിൽ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്ന എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രീതിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു
കാവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായശ്യം. നിത്യവിരുന്നിൽ ചേർക്കണമേ. പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. ഞാൻ ശരണപ്പെടുന്നു. പുനരാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനായ അതിന്റെ ഭാഗങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ദൈവദൂതന്മാർ ജയമലിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരെ ക്ഷരായ കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം മുതൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരൻ ചാക്കോയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സമൂഹത്തിന്മേലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏതായിരുന്നാലും മരണത്തെപ്പറ്റി നമ്മൾ ദുഃഖിച്ചിട്ടില്ല. നമ്മളിൽ നിന്ന് വേർപെടുന്നു എങ്കിലും അദ്ദേഹം എവിടെ നിന്ന് വന്നോ ആ വഴി തന്നെ പോവുകയാണ്. സ്വർഗത്തിൽ കാരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗരാജ്യത്തിലാവുന്നു. അതിനു വേണ്ടി പരിശ്രമിക്കുന്നു എല്ലാവരും. അതനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത്. തെറ്റാണ് പുള്ളിക്കാരൻ പോയത്. Family members, and also allow them to accept the will of God. അത് എല്ലാവരും മരിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് പരിശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വിട്ടുപിടിച്ച് പോകും ഇവിടുന്ന്. ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ജീവിതം വ്യക്തിപരമായും സന്തോഷകരമായും അന്യോന്യം സ്നേഹിച്ചും സഹിച്ചും ജീവിക്കുവാൻ ശ്രമിക്കുക. കർത്താവ് ശ്രമിച്ചത് തന്നെ സഹിച്ചിട്ട് ജയിച്ചിട്ട് മരിച്ചത് വളരെ വേദനയോടുകൂടി നമുക്ക് വേണ്ടി കാഴ്ചവെക്കും. All I can say, നിങ്ങളുടെ പിള്ളേരെ ജീവിച്ചിരിക്കുന്ന അമ്മയെ പ്രത്യേകം ചെയ്ത് സഹായിച്ചു. മരിക്കുന്നതും വരെ അതുപോലെ തന്നെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സന്തോഷിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുന്നതെന്ന് വരിക. അതാണ് മരിച്ചുപോയ ചാക്കോച്ചൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി നമ്മളിവിടെ ശ്രമിക്കും. എത്ര തന്നെ ശ്രമിച്ചാലും നമ്മൾ സാധിക്കുന്നത് പോലെ ചെയ്ത് ദൈവത്തെ ഓർത്ത് എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിനെ എടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ അപ്പനെ എടുത്തു എന്ന് നോക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ഓർക്കുന്നു, എൻ്റെ സഹോദരൻ, ഏറ്റവും മൂത്ത സഹോദരൻ മരിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു, വരാനും പറ്റത്തില്ല. I know how much I felt. അച്ഛനും അമ്മച്ചും മരിച്ചത് പ്രായം ചെന്നാണ്. അതുകൊണ്ട് I was there and I could understand that. ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള നിങ്ങളെല്ലാം
ലഹരിയിൽ പിടിക്കുന്നതും മതം ശ്രമിക്കുന്നതും സഹിക്കുന്നതും എല്ലാം എന്ന് തന്നെ നമ്മൾ മാതാപിതാക്കന്മാർ പോകുമ്പോൾ നമ്മുടെ ചില ഒടികൾ എന്തുമാത്രം പ്രയാസപ്പെട്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ അമ്മച്ചി ജീവിച്ചതെന്ന് ദൈവത്തിനറിയാം. നിങ്ങൾ ഇനി ജീവിച്ചിരിക്കുന്നത് മറ്റെല്ലാവരും നമ്മൾ സ്നേഹത്തിന് ശ്രദ്ധയും കഴിയുന്നതിന് ശ്രമിക്കുക. May God Almighty bless you all. And don't worry, all try our very best as long as being good to one another and loving one another and taking care of one another. Now we have to not only in the next നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, അങ്ങ് പാവങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അതിൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സുസ്തി നന്മ പോരിലേ നിന്നോട് കൂടെ നാഥൻ പാടുന്നു. പരിശുദ്ധ കന്യ മാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം പരിശുദ്ധ കന്യ മാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിത്യസുതനോടെന്നെന്നും നന്മ നിറഞ്ഞവളേ, നിന്നാമം വാഴ്ത്തി പാടുന്നു. പാപികൾ ഞങ്ങൾക്കായി നിത്യം നിത്യസുതനോടെന്നെന്നും പ്രാർത്ഥിത കന്യ മാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം പരിശുദ്ധ കന്യ മാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിത്യസുതനോടെന്നും
ഇപ്പോഴുമെന്നോമെന്നും മൃത്യു വരും നേരവും അനുദിന ക്ലേശങ്ങളിൽ ഉണ്ടാകുന്ന കുരിശുകളെ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് ജീവിതാവസാനം Full of praise, Lord is with you. Blessed art thou among women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Hail Mary, full of Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Hail Mary, full of grace, Lord is with you. Blessed art thou among women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us to heaven, sinners, especially those who are in most need of thy mercy. Amen. ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. കന്യകാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. അമ്മ നീ ലോക ലോകമൊക്കെ ലോകരാണി കീർത്തനീയ കന്യക ണേ കണ്ണിനെല്ലാം പുണ്യപൂർത്തി ആയിടും കണ്ണാടിയേ. ഞങ്ങളോടെന്നും ഞങ്ങളുടെ മേൽ ലോകമെങ്ങും
നിത്യനിത്യം മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ കാവടനാദം കേൾക്കുമ്പോൾ ഹൃദയിൽ ജീവനുദിക്കുന്നു. നിരവധിയാമൻ പാപങ്ങൾ മിന്നി വിളങ്ങും വദനമൊടുണരാ മിന്നി വിളങ്ങും വദനമൊടുണരാ വരവരുടേണങ്ങും വദന പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അവന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കർത്താവിനുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ പാപങ്ങളിലെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ മരണത്തിന്റെ മാതൃ പിതാവും പുത്രനും പരിശുദ്ധ വിശ്വാസിന്റെ ആത്മാവ് ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. കർത്താവേ, കരയുന്നവർ നിന്നെ ആരാധിച്ചു വണങ്ങുന്നു. അവരുടെ കീർത്തനങ്ങൾ പാടും. മൃഗങ്ങളുടെ പാപങ്ങൾ വായിക്കനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവനുദി എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. 1928 ജാനുവരി 31 ഇല്ലിക്കൽ കുരുവയുടെയും ജീവിതം ആരംഭിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷം ബാല എന്ന സ്ഥലത്തേക്ക് മാറി സെന്റ് പീറ്റേഴ്സ് 2 പ്രാവശ്യം അമേരിക്കയിൽ വന്ന് മടങ്ങിപ്പോയിരുന്നു. 86 വയസ്സിൽ 82 വർഷവും കേരളത്തിൽ തന്നെ നല്ലൊരു കർഷകനായിരുന്നു ചാക്കോ കുരുവിള ഇല്ലിക്കൽ ഏപ്രിൽ 1-ാം തീയതി വൈകിട്ട് 9:58 ആദ്യമായി താമ്പ സെന്റ് മേരീസ് ജ്ഞാനായ യാക്കോബായ പള്ളി ഇടവക വികാരി മാത്യൂസ് തൈപ്പുറത്തിനെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലോകജീവിതം അനുഗ്രഹത്തോടെ നടത്തി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തമായിരിക്കുന്ന നിന്റെ മക്കളെയും കൊച്ചുമക്കളെയും കാണും എന്നുള്ള അനുഗ്രഹകരമായ കൊച്ചുമക്കളുടെ മക്കളെയും കാണുവാനുള്ള ഭാഗ്യം നമ്മൾ അനേകർക്ക് നമ്മുടെ ഭാഗ്യപ്പോൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അനുകരിച്ച് നമ്മളാക്കി കടന്നു പോകുന്നതായി ഒക്കെയും വിട്ടിട്ട് രാജ്യത്തിലേക്ക് തൻ്റെ പൂർവ്വന് കടന്നു പോയിരിക്കുന്ന നിത്യയുടെ സമൂഹത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. സന്തോഷങ്ങളുടെയും ഉല്ലാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഇമ്പങ്ങളുടെയും പർദീസയിലേക്ക് കപ്പരാൻ തൻ്റെ ദാസനെ വിളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ വേറെ നമ്മുടെ സഹോദരിമാരെ യാത്രയായിട്ടുണ്ടായി. ഇത്ര വേഗം വേറെ പ്രോഗ്രാം ഉണ്ടാവുമെന്നിരിക്കും എൻ്റെ പറഞ്ഞു പോയി പറയാനൊരു അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത്രയും വേഗം ഈ ലോകത്തിന് നിത്യശാന്തിൻ്റെ ആത്മാവ് നിത്യശാന്തി തരികയും ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബം കോട്ടയായിരിക്കണമേ.
സമർപ്പണങ്ങളുടെ നിങ്ങൾക്കായി പുത്രാകാരിയുടെ മാർഗമേ കർത്താവേ നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചതിന്റെ വഴി നമുക്ക് പറയാം. ദുഃഖകരായി കടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ മക്കളെയും കുടുംബത്തെയും ശ്രദ്ധിക്കുന്ന നിങ്ങളേവരെയും സർവദയാലുമായ കർത്താവ് ബുദ്ധികളെയും നിങ്ങളെയും ക്രിസ്തുവിനായ സൃഷ്ടാവായ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഭൂമിയിലെ മനുഷ്യ ജീവിതം വെറും നിഴൽ പോലെയാണ്. ഏതൊരു മനുഷ്യനും ഉറച്ചിരുന്നാൽ ഒരു ശ്വാസം അത്ര എങ്ങനെ നാം അറിയുന്നു. എത്ര ധീരനായും ശക്തനായ മനുഷ്യനായാലും സമയത്തിൻ്റെ മുമ്പിൽ നാം കടന്നു പോകേണ്ടതായി വരും. മാനസാന്തരത്തിലൂടെ ഹൃദയങ്ങളെ വിശദീകരിച്ച് പാവ സാഹചര്യങ്ങളെ കീഴടക്കി നന്ദിയുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു എങ്കിൽ നമുക്ക് നിത്യതയിൽ പിതാവിനോടുകൂടെ വരാം. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ മധ്യാകാശത്തിൽ വരികയും മയാമി ജ്ഞാനായ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സഞ്ജയ് നടുപ്പറമ്പിൽ നിങ്ങൾ സംസാരിക്കും. അച്ചായൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ഇല്ലിക്കൽ കുടുംബാംഗങ്ങളെ, ചേച്ചിമാരെ, എല്ലാവരെയും തളർത്തുന്ന ഒരു അനുഭവമാണ്. നാട്ടിൽ അമേരിക്കയിലും വന്ന് താമസിക്കുവാനും അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുവാനും ഭാഗ്യമുണ്ടായി. തീർച്ചയായിട്ടും he has lived his life to the fullest. അച്ചായൻ ഈ കുടുംബത്തിൻ്റെ മുകളിൽ സ്വർഗ്ഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കണേ നാഥ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന പേരായരുൾ ചെയ്ത നിൻ ദിവ്യ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു. തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു. ബഹുമാന്യരായ വൈദികരെ, ഇത്രയും സ്നേഹമുള്ള ഇടയ്ക്കൽ അമ്മച്ചി, ചേച്ചി, സാബു, സാലി, മറ്റ് ഇല്ലിക്കൽ കുടുംബാംഗങ്ങളെ, പട്ടിൽപ്പറമ്പിൽ മച്ചാനിക്കൽ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ചാച്ചൻ്റെ വേർപാട് തികച്ചും ദുഃഖകരമാണ്. കഴിഞ്ഞ 3 ആഴ്ചയോളമായി ചാച്ചൻ രോഗശൈലിയിലായിരുന്നപ്പോൾ മക്കളെല്ലാവരും അവരുടെ ജോലിയും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ച് ചാച്ചൻ്റെ അടുത്ത് 24 മണിക്കൂറും നിന്ന് പരിചരിക്കുകയും
ചാച്ചൻ്റെ വേർപാടിൻ്റെ സമയത്ത് മക്കളെല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥനയോടു കൂടിയാണ് ചാച്ചനെ യാത്ര അയച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യപ്പെട്ട മരണമാണ് ചാച്ചന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 86 വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഇതിനു മുമ്പ് ആശുപത്രിയിൽ പോവുകയോ മരുന്നുകൾ കഴിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ചാച്ചൻ. 2 വാക്കിൽ പറഞ്ഞാൽ he was humble and simple dad and grandpa. എൻ്റെ ഏറ്റവും അടുത്ത നെയ്ബറും കുടുംബ സുഹൃത്തുമായ ചാച്ചൻ്റെ ഇളയ മകൻ സാബുവിൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ചാച്ചനെ കാണാറുണ്ടായിരുന്നു. സാബുവിൻ്റെ വീട്ടിലുള്ള യാർഡിൽ ഏതെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് വ്യാപൃതരാകുന്നത് കാണാമായിരുന്നു. കഴിവതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്നാൽ എപ്പോഴും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിത്വം എല്ലാ മക്കളിലേക്കും പകർന്നിട്ടുണ്ട്. മൂത്ത മകൻ ജെയിംസ് ഇല്ലിക്കൽ MACF-ൻ്റെ 2 തവണ പ്രസിഡൻ്റായി ട്രസ്റ്റി ബോർഡ് ചെയർമാനും ഒക്കെ ആയിരുന്നു. ശ്രീ ജെയിംസ് ആർക്കും ഏത് സമയത്തും ഏത് സഹായവും ചെയ്യുവാൻ സന്മനസ് കാണിക്കാറുണ്ട്. അതുപോലെ സാബു ഇല്ലിക്കൽ MACF-ൻ്റെ വൈസ് പ്രസിഡൻ്റായും സാലി മച്ചാനിക്കൽ MACF-ൻ്റെ കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗ്രാൻഡ്സൺ സിബിൽ മച്ചാനിക്കൽ ഇപ്പോൾ MACF-ൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ കൂടിയാണ്. അങ്ങനെ മക്കളെയും കൊച്ചുമക്കളെയും സേവന സന്നദ്ധരായ പ്രതിഭകളെ മക്കളായും കൊച്ചുമക്കളായും സേവന സന്നദ്ധരായ പ്രതിഭകളെ സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് ചാച്ചൻ ഇന്ന് നമ്മൾ യാത്ര ചോദിക്കുന്നത്. ചാച്ചൻ എവിടെ പോകുമ്പോഴും മക്കളും കൊച്ചുമക്കളും അദ്ദേഹത്തെ വളരെ കാര്യമായി ടേക്ക് കെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊച്ചുമക്കളിലേക്ക് ഒരു പ്രിയങ്കരനായിരുന്നു ചാച്ചൻ. ഒരു കൊച്ചുകുട്ടിയുടെ മാതിരിയുള്ള നിഷ്കളങ്കമായ ആ സ്വഭാവമായിരുന്നു അതിന് കാരണം. ചാച്ചനെ പറ്റിയുള്ള ആ നല്ല ഓർമ്മകൾ അവരുടെയൊക്കെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ അവസരത്തിൽ MACF-ൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ മെമ്പേഴ്സിൻ്റെ പേരിൽ അതിലുപരി അടുത്ത കുടുംബ സുഹൃത്ത് എന്ന നിലയിൽ എൻ്റെ അനുശോചനം അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മക്കൾ ലിലി ചേച്ചി, ജ്യോതിയേട്ട, ജെയിംസ്, ലിസി, സാബു ആൻഡ് ക്രിസ്ത്യാൻ, സാലി ആൻഡ് ഫിലിക്സ്, കൊച്ചുമക്കളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച തൻ്റെ എല്ലാ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവർ ചൊല്ലിക്കൊടുത്ത ഈശോപ്രിയം ഏറ്റുവാങ്ങി ഒരു ഭാഗ്യമരണത്തിന് വിധേയനായി നമ്മിൽ നിന്ന് കടന്നുപോയ ഇല്ലിക്കലെ ചാച്ചൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. സഭയോടും സമുദായത്തോടും താൻ ജീവിച്ച സമൂഹത്തോടും തനിക്കുള്ള അതിയായ കൂറും വിശ്വസ്തതയും തൻ്റെ മക്കളിലേക്കും പകർന്നു കൊടുത്തു എന്നുള്ളതിന് മതിയായ തെളിവാണ് ജ്ഞാനായ സമുദായത്തിൽ എന്ന് മാത്രമല്ല മലയാളി സമുദായത്തിലാകെ എന്നും എക്കാലവും തിളങ്ങി നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളുമൊക്കെ, പ്രത്യേകിച്ച് ജെയിംസ്, സാബു, സാലി, അതുപോലെ ഇവരുടെ മക്കളും. ആ നിലയ്ക്ക് ആദരാഞ്ജലികളും ഈ സമൂഹത്തെ അറിയിക്കുന്നു. നന്ദി.
വിശ്വസിക്കുന്നതായിരിക്കും. ുമ്പോൾ കരുണയോടെ നിർത്തണമേ നല്ല ഒരുത്തുവലം ആകെ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. ഔരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. ആദ്യ മുതൽ എന്നേക്കുമാമേ. തെളിവായ എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാവങ്ങൾ നിരയായ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണ കാഹളനാഥം പൂജിതമല്ലോ. ജീവനെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. കാരുണ്യവാനും മനുഷ്യവംശത്തെ രക്ഷകനും സന്തോഷപൂർവ്വത്തിന്റെ സജീവൻ ഗ്രൂപ്പിൽ ബ്രാൻഡൻ ഹോസ്പിറ്റലിൽ ചെന്ന് ICUവിൽ അപ്പച്ചനെ കണ്ടു. അപ്പച്ചനോടൊപ്പം അപ്പച്ചൻ്റെ മക്കൾ ലില്ലി, സാരി, ജെയിംസ്, കൊച്ചുമക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പച്ചനെ കാണുമ്പോൾ അപ്പച്ചൻ്റെ ശരീരത്തിൻ്റെ ഇടതുഭാഗം പരിപൂർണമായി ചലനമിട്ട് പോയിരുന്നു. വലതുഭാഗം കൈകളൊക്കെ ചലിക്കുമായിരുന്നു. എന്നാൽ കണ്ണ് തുറക്കാനും കഴിയുമായിരുന്നില്ല. വളരെ സീരിയസ് ആയ അവസ്ഥയിൽ തന്നെയായിരുന്നു. എന്നാൽ ഞാൻ കണ്ട ഒരു കാഴ്ച, ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, അപ്പച്ചൻ പ്രാർത്ഥനാ നിരതനായി ഇരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ പ്രാർത്ഥനകളും അപ്പച്ചൻ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ചലിക്കുന്ന വലതു കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അപ്പച്ചൻ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പച്ചൻ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നതും കാണാമായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ നിന്നപ്പോൾ ജെയിംസ് പറഞ്ഞു, ചാച്ചൻ കരുതുന്നത് ചാച്ചൻ്റെ ഇടത് കരവും ഉയരുന്നുണ്ട്, കൈ കൂട്ടിക്കൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത് എന്ന്. പക്ഷേ പാവം വലത് കരം മാത്രമേ ഉയരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ശരീരത്തിൻ്റെ പകുതിയിലധികം ഭാവവും തളർന്നു പോയിട്ടുണ്ട്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥന നിരതനായി മരണത്തെ തുല്യ ആളാണ് ഈ അപ്പച്ചൻ എന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ അരമണിക്കൂറിലധികം അവിടെ ഉണ്ടായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് പോകാൻ നേരത്ത് അപ്പച്ചനെ സ്തുതിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ അപ്പച്ചനോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പച്ച, ഇല്ലിക്കൽ
ആരാണ് അറ്റോർണി എന്ന്, മലയാളത്തിലാണ് ചോദിച്ചത്, ആരാണ് വക്കീൽ എന്ന്. കണ്ണുകൾ തുറക്കാൻ പാടില്ലാത്ത, ശരീരം മുഴുവൻ തളർന്നിരുന്ന അപ്പച്ചൻ വലതുകരം ഉയർത്തി ഉച്ചയിൽ നല്ല ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു, അത് ജെയിംസിൻ്റെ മകൻ ജെയ്സനാണ് എന്ന്. പ്രിയമുള്ളവരെ, അപ്പച്ചൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ ആ ഉയർന്ന ശബ്ദത്തിൽ നിന്നും ഞാൻ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. ഒരു സത്യം, അപ്പച്ചൻ്റെ മക്കളെക്കുറിച്ചും വരുന്ന തലമുറയെക്കുറിച്ചും അഭിമാനബോധത്തോടെയാണ് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്ന ഒരു പിതാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മക്കളെക്കുറിച്ച് സമാധാനത്തിൽ, മക്കളെക്കുറിച്ച് അഭിമാനബോധത്തോടെ മരിക്കുവാൻ സാധിക്കുക എന്നുള്ളത്. അങ്ങനെ അപ്പച്ചന് അഭിമാനബോധത്തോടെ കടന്നു പോകാൻ പറ്റിയ നല്ല മക്കളെയും കൊച്ചുമക്കളെയുമാണ് ദൈവം അപ്പച്ചന് നൽകിയത് എന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു, മനസ്സിലാക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പച്ചൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കളുടെ പരിപാടിക്ക് കൃഷി ഇറക്കുകയാണ്. നല്ലൊരു കർഷകനായിരുന്ന അപ്പച്ചൻ 86-ാമത്തെ വയസ്സിൽ തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി കൃഷി ഇറക്കിയതിന് ശേഷമാണ് അവശനിലയിലേക്ക് പോയത്. അപ്പോൾ ഈ അപ്പച്ചൻ 86 വയസ്സ് വരെ ഇല്ലിക്കൽ കുടുംബത്തിൽ ജീവിച്ചപ്പോൾ ഇല്ലിക്കൽ കുടുംബത്തിന് അത് എത്ര വലിയ അനുഗ്രഹമായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും വാർദ്ധക്യ സഹിതമായ അസുഖത്താലാണ് അപ്പച്ചൻ കടന്നുപോയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ദീർഘായുസ്സോടെ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ജീവിക്കാൻ സാധിച്ചതോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയുമാണ്. മക്കൾക്കൊക്കെ സമാധാനിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എത്ര സമാധാനിച്ചാലും ആ സമാധാനത്തിനിടയിൽ തീർച്ചയായിട്ടും മക്കൾക്ക് ദുഃഖമുണ്ടാകും എന്നത് ഒരു സത്യമാണ്. പ്രത്യേകിച്ച് തൻ്റെ മാതാപിതാക്കൾ കടന്നു പോകുമ്പോൾ മക്കളുടെ മനസ്സ് വീണു എന്നത് സംശയമില്ല. 100 വയസ്സായ എൻ്റെ വെല്ലുവിളിച്ച് കടന്നു പോയപ്പോൾ എൻ്റെ ചാച്ചൻ അമേരിക്കയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞത് എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2 വർഷങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിൽ 98 വയസ്സുള്ള എൻ്റെ ചാച്ചൻ്റെ സഹോദരൻ മരിച്ചപ്പോഴും വിരുന്നുകരയുന്നത് ഞാൻ കണ്ടു. അതാണ് സഹോദരൻ തമ്മിലുള്ള ബന്ധവും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും. അപ്പച്ചൻ്റെ വേർപാട് ദുഃഖിതരായി കഴിയുന്നു. മക്കളുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ മനസ്സ് പ്രത്യാശയുടെ യുദ്ധകാലം തന്നെ വന്നിരിക്കട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്രാനായ കാതലിക് കോൺഗ്രസ് സെൻട്രൽ പ്രസിഡന്റ് എന്ന നിലയിൽ സെൻട്രൽ എല്ലാ ഗ്രാനായ സഭകളുടെയും പേര്, എല്ലാ കുടുംബത്തിൻ്റെയും പേര് ഗ്രാനായ കാതലിക് കോൺഗ്രസ് സെൻട്രൽ വേണ്ടി ഈ അപ്പച്ചൻ്റെ ആത്മാവിന് മുന്നിൽ വിനയപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് കരകുടത്തോടെ ആദരാഞ്ജലി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം എൻ്റെ വ്യക്തിപരമായ സ്നേഹവും സാന്ത്വനവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാനിവിടെ പ്രസംഗിക്കുന്നു. താങ്ക് യു ജീസസ്. ഹാപ്പി. ഇനി അപ്പച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി അപ്പച്ചൻ്റെ മകൾ ലില്ലി ജോർജ് ജോർജിയനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലില്ലി ജോർജിയ നിങ്ങളുമായി അവർ
ചാച്ചൻ്റെ 4 മക്കളിൽ 3 മകളാണ് ഞാൻ. ചെറുപ്പത്തിൽ ഞങ്ങൾ 4 പേരെ ചാച്ചൻ ഓമനക്കരമാണ് വിളിച്ചിരുന്നത്. കുട്ടിയ, കുട്ടൻ, കുഞ്ഞാറ്, ആവച്ചൻ. മക്കൾ വലുതായപ്പോൾ ചാച്ചൻ തന്നെ ഈ ഓമനപ്പേരിൽ വിളിയങ്ങ് നടത്തി. എന്നാലും എന്നെയും സാരിയെയും ലില്ലിയും സാരിയും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നെ ആശയക്കാരനായിരുന്നു ചാച്ചൻ. ദൈവമെല്ലാം കാത്തു പരിപാലിക്കും, അതായത് സമയത്ത് ആവശ്യങ്ങൾ എല്ലാം നടത്തി തരുമെന്നുള്ള വിശ്വാസം ചാച്ചന് എപ്പോഴും ഉണ്ടായിരുന്നു. ദൈവത്തിലുള്ള ഈ വിശ്വാസം ചാച്ചനെ യാതൊരു പരീക്ഷണമില്ലാതെ ജീവിക്കാൻ സഹായിച്ചു. മക്കളെ പഠിപ്പിച്ച് മിടുക്കരാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ചാച്ചൻ വളരെയധികം പ്രയത്നിച്ചു. ചെറുപ്പത്തിലെ എൻ്റെ ഒരു മറക്കാത്ത ഓർമ്മയാണ് ചാച്ചൻ്റെ കടകൾ കാത്തി നോക്കിയുള്ള ഇരിപ്പ്. എപ്പോഴും മിഠായി മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. തമാശകൾ കൊണ്ട് ചിരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും എനിക്ക് മക്കളില്ലാത്തത് ചാച്ചന് വലിയ വിഷമമായിരുന്നു. ഞാൻ പ്രഗ്നൻ്റാണെന്ന് കേട്ടത് യാതൊരു മടിയും കൂടാതെ ചാച്ചൻ അമേരിക്കയ്ക്ക് വന്നു. സന്തോഷത്തോടെ ജസ്റ്റിൻ്റെ മാമോദിസ കഴിയുന്നവരെ നിൽക്കുകയും ചെയ്തു. അല്ലാത്ത സമയമൊക്കെ എപ്പോഴും നാട്ടിൽ പോകണമെന്നുള്ള ചിന്തയായിരുന്നു. എപ്പോഴും ഞങ്ങളോട് പറയും എന്നെ നെടുമ്പാശ്ശേരിക്കുള്ള പ്ലെയിനിൽ കയറ്റിവിടാമെന്ന്. മക്കൾക്ക് പ്രായപൂർത്തിയായപ്പോൾ എല്ലാ കാര്യങ്ങളും മക്കളുടെ ഇഷ്ടപ്രകാരം മാത്രം എന്നുള്ള അഭിപ്രായം വരുന്ന ചാച്ചൻ്റെത്. തൻ്റേതായ ഒരു അഭിപ്രായവും ഇല്ലായിരുന്നു. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ ചാച്ചന് കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചാച്ചന് എവിടെയും എല്ലാവരുമായിട്ടും സ്നേഹത്തിൽ കഴിയാൻ സാധിച്ചു. അവസാനമായി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലെ ചുറ്റും കപ്പുറത്തായും നട്ട് പിറ്റേ ദിവസം അതിന് വെള്ളവും വെച്ചിട്ടാണ് പോയത്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ പെസഹ വ്യാഴാഴ്ച മക്കൾ 4 പേരും വീട്ടിൽ കാണണമെന്ന് ചാച്ചന് വലിയ നിർബന്ധമായിരുന്നു. മക്കൾക്ക് 4 പേർക്കും അമ്മച്ചിക്കും പെസഹാർക്കും ചാച്ചൻ തന്നെ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ മാത്രം ഒരിക്കലും മാറ്റം വരുത്താൻ ചാച്ചൻ സമ്മതിക്കുകയില്ലായിരുന്നു. ഈ കഴിഞ്ഞ പെസഹ ചാച്ചൻ്റെ വീട്ടിലെ അവസാനത്തെ പെസഹായിരുന്നു ഞങ്ങളുടേത്. ഈ വരുന്ന പെസഹ ചാച്ചൻ ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ഞങ്ങളെ ബ്ലസ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചാച്ചനില്ലാത്ത ജീവിതം വളരെ ശൂന്യത നിറഞ്ഞതാണ്. ചാച്ചൻ ദൈവത്തിൻ്റെ അടുത്തായത് അതൊരു പാർബറ്റിക് പ്ലേസ് ആണല്ലോ എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് സമാധാനം തരുന്നു. എന്നാലും പൊയ്ക്കോ എന്ന് പറയാൻ സാധിക്കുന്നില്ല. ചാച്ചൻ്റെ ഓർമ്മകൾ എന്നെന്നും ഞങ്ങളുടെ മനസ്സിൽ കാണും. ചാച്ചനെ ഇത്രയും കാലം ആരോഗ്യമായി കാത്തുപരിപാലിച്ച് ദൈവത്തിനും എന്ന് പറയുന്നു. വേർപാട് ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, എൻ്റെ പേര് ജോർജ് മടക്കപ്പറമ്പ്. ഞാൻ ചാച്ചൻ്റെ മൂത്ത സണ്ണിൻ്റെയാണ്. എൻ്റെ ഭാര്യ രീതി. വേർപാട് ദുഃഖകരമാണെങ്കിലും ചാച്ചനിൽ നിന്നും ലഭിച്ച സ്നേഹവും ആദരവും എന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു നല്ല കുടുംബനാഥൻ, കുടുംബത്തിൻ്റെയും മക്കളുടെയും കാര്യത്തിൽ മുൻഗണന കൊടുക്കുന്ന ഒരു നല്ല പിതാവ്, അതാണ് ചാച്ചൻ. നേരെ പോ നേരെ വാ എന്നുള്ള ചിന്താഗതി ആരെയും ബോധവയ്യാറില്ല. എല്ലാ വർഷവും ബ്രാല ചുങ്കം പള്ളികളിലെ പെരുന്നാളിനെ എന്നെ ക്ഷണിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പെരുന്നാൾ കൂടാത്തത് വളരെ സങ്കടം ആയിരുന്നു. എങ്കിലും അടുത്ത വർഷത്തെ പെരുന്നാളിന് എല്ലാവരും കൂടി ഒന്നിച്ച് പോകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചു. എല്ലാം ദൈവവിധി. അവസാനം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പതിവില്ലാതെ വളരെ സംസാരിക്കുകയും അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ കുറച്ച് തേക്കിൻ തൈകൾ തന്നുവിടാമെന്നും അത് എൻ്റെ പുരയ്ക്ക് വിട്ടു നട്ടാൽ നന്നായി വളരുമെന്നും പറഞ്ഞു. കസ്റ്റംസിൽ പിടിക്കുകയില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ കാണാത്ത വിധത്തിൽ വാഴക്കോളയിൽ പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു. ചാച്ചൻ ഒരു മകനെ പോലെയാണ് എന്നെ എന്നും കണ്ടിരുന്നത്. എന്നും കാണുമ്പോൾ നാട്ടിൽ പോകണം എന്ന് പറയുമായിരുന്നു. ഞങ്ങൾക്ക് ചാച്ചനെ കാണണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറയും, എന്നാൽ ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് പോകുന്നുള്ളൂ എന്ന്. ഈ ലിറ്റിൽ ഫാമിലിയും മടത്തിപ്പറമ്പിൽ ഫാമിലിയും കഴിഞ്ഞ 35 വർഷം വളരെ അടുത്ത ബന്ധതയാണ് പുലർത്തിപ്പോകുന്നത്. ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് പോവുകയാണെങ്കിലും നീതിയുടെ ലോകത്തിൽ നിത്യതയുടെ ലോകത്തിൽ വച്ച് നിന്റെ മൃഗം കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാച്ചൻ്റെ നിര്യാണത്തിൽ മടത്തിപ്പറമ്പ് ഫാമിലിയുടെയും പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെയും അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം ചാച്ചൻ്റെ ആത്മാവ് നിത്യശാന്തി നേർന്നുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പച്ചനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് പുള്ളിക്കാരി കുടുംബ
വൈദിക ശ്രേഷ്ഠരെ, കന്യാസ്ത്രീകളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ച് നൽകിയ 86 വർഷത്തെ ഈ ഭൂമിയിലെ ജീവിതം ദൈവേഷ്ടപ്രകാരം ഒരു മകനായി, ഒരു ഭർത്താവായി, ഒരു പിതാവായി, എല്ലാത്തിനും ഉപരി ലോകജനങ്ങൾക്ക് ഒരു മാതൃകാ പുരുഷനായി ജീവിച്ച് ദൈവത്തിൻ്റെ സ്വന്തം മകനായി ഞങ്ങളുടെ അച്ചായൻ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവരെയും സ്നേഹിച്ച് ആരോടും അധികം സംസാരിക്കാത്ത സ്വഭാവ രീതിയുമായി മറ്റുള്ളവരുടെ ഉയർച്ചയിലും നന്മയിലും സന്തോഷിച്ച് ഓരോരുത്തരുടെയും സ്നേഹവും ആദരവും പിടിച്ചുപറ്റിയ ഒരു വ്യക്തിയുടെ ഉടമയായിരുന്നു അച്ചായൻ. ചാച്ചൻ ഞങ്ങളുടെ മനസ്സിൽ പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന നന്മയുടെ ആ നല്ല ചിന്താവിലൂടെയുള്ള ഞങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതയാത്രകൾ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പാതകൾ വെട്ടിത്തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചാച്ചൻ്റെ ആവശ്യകതകൾ സമയാസമയങ്ങളിൽ മനസ്സിലാക്കി ആശുപത്രിയിലും വീട്ടിലും വന്ന് എല്ലാവിധ കർമ്മങ്ങളും നടത്തിത്തരികയും സ്വാന്തന വാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്ത ബഹുമാനപ്പെട്ട പത്രോസച്ചന് ചാച്ചൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള സ്നേഹത്തിൻ്റെ നന്ദികൾ അറിയിച്ചുകൊള്ളട്ടെ. ചാച്ചൻ്റെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ആശുപത്രിയിലും വീട്ടിലും വന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്ത ഓരോ വൈദിക ശ്രേഷ്ഠർക്കും കന്യാസ്ത്രീകൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. ആശുപത്രിയിൽ കിടന്നപ്പോൾ സ്വന്തം പിതാവിനെ പോലെ പരിരക്ഷിച്ച് എല്ലാ സഹായവും ചെയ്തു തന്ന ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും, പ്രത്യേകിച്ച് മലയാളികളായ നേഴ്സുമാർക്കും ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ജോലിക്കാർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട സമയത്ത് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന ജിമ്മി കാവിൽ, ജോസഫ് കൂട്ടിൽ, ബേബി പുലിശ്ശേരി, ജോയി വട്ടപ്പറമ്പിൽ, ജോയിസൻ പഴയമ്പള്ളി എന്നിവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദികൾ അറിയിച്ചുകൊള്ളട്ടെ. ചാച്ചനെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന KCC-CF പ്രസിഡന്റ് മോനച്ചൻ മടത്തിലേട്ടിനുള്ള സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ഈ സായാഹ്ന സന്ധ്യയിൽ ചാച്ചനു വേണ്ടി അനുശോചന വാക്കുകൾ ചൊരിഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ച പുരോഹിതന്മാർക്കും ഓരോ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്നത്തെ മരണാനന്തര കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന KCC-CF പ്രസിഡന്റ് മോനച്ചൻ മടത്തിലേട്ടിനും സെക്രട്ടറി സേവ്യർ വണ്ടമൊഴിക്കും ഓരോ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിനും ബിൽഡിംഗ് ബോഡി ഭാരവാഹികൾക്കും ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും സ്നേഹത്തിൻ്റെ കടപ്പാടുകൾ ഞങ്ങൾ അറിയിക്കുന്നു. ഈ കർമ്മങ്ങൾക്ക് യാതൊരുവിധ സങ്കോചവും ഇല്ലാതെ സ്നേഹത്തോടും സന്മനസ്സോടും കൂടി സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ സജി കടിമ്പള്ളിക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ചാച്ചൻ്റെ അന്ത്യനാളുകളിലെ കർമ്മ പരിപാടികളുടെ ആവശ്യകതകൾ മനസ്സിലാക്കി പൂക്കളും കർമ്മങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തന്ന ഞങ്ങളെ സഹായിച്ച ശ്രീമതി മേരിക്കുട്ടി കരിക്കനാലിനും അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിയ ജോസ് കരിക്കനാലിക്കും ഉള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ചാച്ചൻ്റെ വേർപാടിലുള്ള അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേരുകയും ചാച്ചനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ചാച്ചൻ്റെ പേരിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും ദൈവികമായ സംഗീതത്തിലൂടെയും ഈ തിരുക്കർമ്മങ്ങളെ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷമാക്കി മാറ്റുവാൻ വേണ്ടി ശ്രീ ദേവി കണ്ടാരപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കൊയർ ഗ്രൂപ്പിലെ ജെസ്സി കുളങ്ങര, തോമസ് കണ്ടാരപ്പള്ളി, സിയ ഉടുമുഴങ്ങായി, ലിസി തണ്ടാശ്ശേരി എന്നിവർക്കുള്ള ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ജ്ഞാനായ വോയിസിലൂടെ ലൈവ് ഷോ കാണിക്കുവാനായി സന്മനസ് കാണിച്ച KVTV ചാനലിനും അതിനുവേണ്ടി വീഡിയോ എടുക്കുവാൻ നല്ല മനസ്സ് കാണിച്ച ലൂമോൻ തറയിനും അതുപോലെ തന്നെ ഇന്നത്തെ ഫോട്ടോഗ്രാഫി ബോബിക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ചാച്ചൻ്റെ പഴയകാല സ്മരണകൾ ഒരു സ്ലൈഡ് ഷോയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രയത്നിച്ച ടാഷ തെക്കേലിനും അതിനുവേണ്ട സഹായ സഹകരണം ചെയ്തു കൊടുത്ത ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊള്ളട്ടെ. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഫോൺ മുഖാന്തരവും ഇമെയിൽ വഴി ചാച്ചൻ്റെ നിര്യാണത്തിൽ അനുശോചന വാക്കുകളാൽ ഞങ്ങളെ സമാധാനിപ്പിക്കുകയും ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും സ്നേഹത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ചാച്ചൻ്റെ ഈ ലോക ജീവിതാവസാനത്തിൽ നടക്കുന്ന
അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഓരോ സഹോദരീ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദിയുടെ കടപ്പാട് അറിയിച്ചുകൊള്ളട്ടെ. Finally, my family's sincere thanks goes to Hillsborough Memorial Funeral Home, especially Mr. Gio, Mr. Erika, and the entire staff. They are providing an outstanding services for our father. The name of our father, we, the entire family of Apacha, wants to congratulate and appreciate their sincerity and commitment for our father's funeral arrangements. Thank you.